അപ്പം തീരെ സോഫ്റ്റ് അല്ലല്ലോ. എന്നാലും നിന്റെ വീടിങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ഇന്നലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലെന്നേ. ഇതിങ്ങനെ പോയാ പള്ളിയിൽ കുർബാനയ്ക്ക് മുമ്പ് എത്താൻ പറ്റുമെന്ന് തോന്നണില്ല. അതെങ്ങനെയാ? ഈ വിറകടുപ്പിൽ ഊതി ഊതി തീയും വരില്ല, ആകെ കട്ട പവ മാത്രം. എന്നാലും കർത്താവേ, അമേരിക്കയും ഇറാനും കൂടി കടമിടി കൂട്ടി നമ്മുടെ വയറ്റത്ത് കയറി അടിക്കുമെന്നാ തോന്നുന്നേ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ ഗ്യാസ് കളഞ്ഞിട്ട് ഈ കിടികൾക്ക് എന്തുട്ട് കിട്ടാനാ? നീ ഇങ്ങനെ അപ്പം നിന്നാ ഗ്യാസ് കുറച്ച് കൂടും. വേഗം പോയി 2 മിനിറ്റ് വിറവ് കൊണ്ടുപോവാം. വൈകുന്നേരത്തിന് മുമ്പ് പണി തീർക്കണം. ആ റോസി എങ്ങനെയാ വരുന്നത്? അവിടെ കൂടെ ഒരു ചെറുക്കനും ഉണ്ടല്ലോ. ചെറുക്കനോ? അതിനകത്ത് ഒരു പെൺകുച്ചല്ലേ? ശരിയാണല്ലോ, ഇതൊരു ചെറുക്കനാണല്ലോ. റോസി, ഇത് ഏതേ ക്രാവ്? ക്രാവോ? സില്ലി ഗേൾസ്. ഇത് അച്ചായൻ എനിക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ AI റോബോട്ടാ. പേര് അലക്സ. പരിചയമില്ലാത്തവര് തൊട്ട അവൻ ഇഷ്ടപ്പെടുത്തില്ല. അപ്പൊ അവൻ പറയും സ്ക്രൂ യു ഗൈസ്. ഇവിടെ സ്ക്രൂ ഒന്നും ഇരിപ്പില്ല. പഴയ വല്ലോ ആണിയോ മറ്റോ കാണും. ഓ മൈ ഗോഡ്, സില്ലി ഗേൾസ്. സ്ക്രൂ യു എന്ന് പറഞ്ഞ അവൻ നിങ്ങളുടെ മോന്ത ഇടിക്കുന്ന. എന്തായി നിങ്ങളുടെ കുക്കിംഗ് പരിപാടിയൊക്കെ? ബീഫ് കറി റെഡിയായിട്ടുണ്ട്. അപ്പം ചുറ്റു കഴിഞ്ഞില്ല ഇതുവരെ. ഈ വിറകടുപ്പിൽ ഊതി ഊതി മടുത്തു. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇപ്പോഴും ഈ വിറകടുപ്പിട്ട് തന്നെയാണോ ഉണ്ടാക്കുന്നത്? എന്തൊരു ചൂടാ ഇവിടെ. അലക്സ, ആ AC ഒന്ന് ഓൺ ചെയ്തേ. ഓക്കെ മാഡം. ഓ, അവളുടെ ഒരു പാത്രാസ്. എന്താടി റോസി, നിന്റെ അലക്സ ഇതൊക്കെ ശരിയെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇതോ? ഇതല്ല, ഇതിന്റെ അപ്പുറം ചെയ്യുവൻ. ഇപ്പൊ ഇവനാ വീട്ടില് മുറ്റുപടിക്കുന്നതും തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. ഞാൻ ഒന്നും ചെയ്യാറില്ല, വെറുതെ ഇരിപ്പാ. പിന്നെ ഇതൊക്കെ തേങ്ങ നീ പറയണേ. പണിയെടുക്കാനൊക്കെ നിന്റെ അലക്സിന്റെ പറ്റുമായിരിക്കും. പക്ഷെ ഈ പൂത്തെറിച്ച് വിപ്പുണ്ടോ നോക്കി ഒന്ന് പറയാൻ പറഞ്ഞ നിന്റെ അലക്സിനോട്. അതൊക്കെ അവൻ പുഷ്പം പോലെ ചെയ്യും, കാണണം. ചേച്ചി, ബീഫ് കറിയിൽ ഉപ്പ് പാകത്തിലുണ്ട്. പക്ഷേ ആകെ ബീഫ് ഉണ്ടായിരുന്നത് 3 കിലോ. കഴിഞ്ഞ അരമണിക്കൂറിൽ ഗ്രേസി ചേച്ചി കഴിച്ചത് 5 കഷ്ണം, മോൾ ചേച്ചി കഴിച്ചത് 4 കഷ്ണം, റോസി ചേച്ചി കഴിച്ചത് 5 കഷ്ണം, പേൾ ചേച്ചി അപ്പം കുട്ടി കഴിച്ചത് 3 കഷ്ണം, പള്ളിയിലെ പാട്ട് പാടുന്ന ലിലി ചേച്ചി കഴിച്ചത് 2 കഷ്ണം. ഇങ്ങനെ പോയാൽ വൈകുന്നേരമാകുമ്പോൾ ബീഫിന്റെ ഗ്രേവി മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അപ്പത്തിന്റെ കൂടെ കഴിക്കാവുന്ന 3 കറികൾ ഞാൻ പറഞ്ഞു തരട്ടെ? വേണ്ട വേണ്ട, ഇവനെ ഇവിടുന്ന് വേഗം കൊണ്ടുപോയിക്കോ. അതാ നമുക്ക് നല്ലത്. സത്യം, അതാ നല്ലത്. എന്റെ ദൈവമേ, നിങ്ങളിവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുവാണോ? ഇന്നേരം എത്തും. പെട്ടെന്ന് ആട്ടെ, അപ്പൊ ചുട്ട് കഴിഞ്ഞോ? I've done, hopefully this will lock on.
പക്കം പക്കം പക്കം